ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ കൊടും തീയായി ബോളിവുഡിനെ ആളിക്കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു. ഹിന്ദി സിനിമകൾ മാറ്റിവെച്ച് മാർക്കോ പ്രദർശിപ്പിക്കുന്നു. 10ാം ദിനത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ 7, 8, 9 ദിനങ്ങളിൽ ഒരു കാര്യം അത് ഉറപ്പിച്ചിരുന്നു. അത് ആളിക്കത്താൻ തുടങ്ങുന്നു, പുകയുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ കൊടൂരമായ തീയായിട്ട് ബോളിവുഡിനെ ആകെ പിടിച്ചു വിഴുങ്ങിയിരിക്കുന്നു ഈ ഒരു ചിത്രം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സഹകരിക്കണം. എന്താണേലും മാർക്കോ ഇവിടെ തരംഗമാവുകയാണ്. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല, 200 കോടി നിസ്സാരം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് സിനിമ 70 കോടിയും കഴിഞ്ഞ് 75 കോടിയിലേക്ക് എത്തുന്നു, അത്രേ എത്തിയിട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത്. എന്നിരുന്നാലും ഹിന്ദിയിലെ ഈ ഒരു പോക്ക് കാണുമ്പോൾ സിനിമ കൊലത്തൂക്ക് തൂക്കാനുള്ള ചാൻസുകൾ ഏറെയാണ്. നമ്മൾ നോക്കിയിരിക്കെ ഈ സിനിമയുടെ റേഞ്ച് മാറുകയാണ്. മലയാളത്തിലെ മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ ദുൽഖറോ അല്ല, ഉണ്ണി മുകുന്ദൻ്റെ സിനിമയാണ് ആദ്യമായി ഹിന്ദിയിൽ എത്രത്തോളം ആളിക്കത്തുന്നത്. ഒരു മലയാളി നടന് കിട്ടുന്ന ഏറ്റവും ഒരു റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്, അതായത് ഹിന്ദി ഇൻഡസ്ട്രിയിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടറിന് കിട്ടുന്ന ഏറ്റവും നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇത്രത്തോളം മഹാരഥന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരുണ്ടായിട്ട് ഹിന്ദിയിൽ പോയി നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഹിന്ദി മാർക്കറ്റ് അങ്ങനെയാണ്, ഹിന്ദി ലോബി അങ്ങനെയാണ്. അത്രത്തോളം നല്ല സിനിമകൾ വന്നാലും, അതായത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അവരൊരു ഹിന്ദി നടന്മാരായിരുന്നെങ്കിൽ എല്ലാ ദിവസവും അവരുടെ സിനിമകൾ അവിടെ നിറഞ്ഞു ഓടേണ്ടതാണ്. 365 ദിവസവും ഇവരുടെ സിനിമകൾ ഓടേണ്ടതാണ്. പക്ഷേ ഹിന്ദി ലോബി അങ്ങനെ തന്നെയാണ്, അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഉണ്ണി മുകുന്ദൻ്റെ മുന്നിൽ അവർ പാളിപ്പോകുന്നു. ആ ഒരു ഹിന്ദി മാർക്കറ്റ്, ഹിന്ദി ഫിലിം ഫീൽഡ് തന്നെ പാളിപ്പോകുന്ന കാര്യം ചിലപ്പോൾ മാത്രമാണ് പ്രേക്ഷകർ രാജാവാകുന്നത്. അതുതന്നെയാണ് മാർക്കോ എന്ന സിനിമയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം ഒരു സിനിമ ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തെളിവ് ആദ്യ ആഴ്ചയിൽ വെറും 17.5% സിനിമയുടെ ഒക്യുപ്പൻസി എങ്കിൽ പിന്നീട് 8ാം ദിവസമായപ്പോൾ അത് 28-ന് മുകളിലും, 9ാം ദിവസമായപ്പോൾ 36%-ന് മുകളിലും, 10ാം ദിവസമായപ്പോൾ 36% കഴിയുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് വെറും 35%-ൻ്റെ കണക്കുകളാണ്. ഇനിയും കിടക്കുന്നുണ്ട് ബാക്കി 65%. ആ ഒരു റേഞ്ചിലേക്ക് സിനിമ എത്തുമ്പോൾ ഏത് റേഞ്ചിൽ പോകും? ഈ ഒരു 35% ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ വെറും 548 ഷോകളും പിന്നെ എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസുമായി ഒരു 200-300 ഷോകളും ഒക്കെ ആഡ് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ മാത്രം 1 കോടിയോളം രൂപ സിനിമ നേടിയത് ഇന്ന് 1.5 കോടിക്ക് മുകളിലേക്ക് പോകും. കാരണം ഇന്ന് ഒഫീഷ്യലായി തന്നെ 500-ന് മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ 300-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് വരുമെന്നുള്ള കണക്കുകളും അവർ പറയുന്നു. അതായത് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അവിടെ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലെ ആ ഒരു പ്രേക്ഷകരുടെ ആവശ്യം എന്ന് തന്നെ പറയാം. വലിയ മാർക്കറ്റിങ്ങോ ഒരു സംഭവമില്ലാതെ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ അവിടെ എത്തുകയാണ്. ഉണ്ണി മുകുന്ദൻ അവിടെ അറിയപ്പെടുന്ന നടനും കാര്യങ്ങളും ഒന്നുമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ വരുന്നു പുഷ്പയ്ക്ക് മുകളിലുള്ള അഭിപ്രായത്തിലൂടെയാണ് ജനങ്ങൾ ഈ സിനിമയെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പറയുന്നത്. പുഷ്പ അമ്മാതിരി തരംഗം സൃഷ്ടിച്ച് ഹിന്ദിയിൽ പോയി, ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ ഹിന്ദിയിൽ പോയി 750 കോടിക്ക് മുകളിൽ 800 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയ്ക്കുള്ള വാല്യൂ അതേപോലെ തന്നെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുമ്പോൾ അത് തരംഗമാണ്. അതൊരു രക്ഷയുമില്ല, ബോളിവുഡിനെ ആളിക്കത്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് ബോളിവുഡിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടുത്തെ ഹിന്ദി സിനിമകൾ എടുത്തു മാറ്റി ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമ ആഡ് ചെയ്യേണ്ടി വരുന്നു, നിർബന്ധിച്ച് ആഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ കൊടൂരമായ മാർക്കറ്റിംഗ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 35 സ്ക്രീനുകളിൽ തുടങ്ങി ഇപ്പോൾ നിൽക്കുന്നത് 1400-ന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തി എന്നുള്ള കണക്കുകളാണ്. വരും ദിവസങ്ങളിൽ സിനിമ 2000-ന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തും. ഇന്നും അല്ലെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് 2.5 കോടിയോളമാണ് സിനിമയുടെ ഹിന്ദിയിൽ നിന്നുള്ള കളക്ഷൻ. ഒരു മലയാള സിനിമയ്ക്ക് 1 കോടി എന്ന് പറയുന്നത് പോലും അപ്രാപ്യമായ ഹിന്ദി മേഖലയിൽ 2.5 കോടി അടിച്ചിരിക്കുകയാണ്. ഇനിയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന 25 കോടി, 10 കോടിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകും. ഹിന്ദി വെർഷൻ GCC റിലീസ് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ നിന്നും വരാൻ പോകുന്നത് അതിഭയങ്കരമായ തീയാണ്. എന്തായാലും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും അതിഗംഭീരന്മാർ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ്റെ ഹിന്ദി തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. കാരണം ഇത്രത്തോളം മനോഹരമായി ഹിന്ദി ഡബ് ചെയ്തിരിക്കുന്ന വേറെ ഒരു മലയാള സിനിമയില്ല എന്ന് തന്നെ പറയാം. മാർക്കോ അൺസ്റ്റോപ്പബിളായി നോർത്ത് ഇന്ത്യയെ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദി വെർഷൻ ഒരു മാജിക് ബിസിനസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓരോ ദിവസവും 100-150 കടന്ന് 500-700 കടന്നുള്ള ഷോകൾ ചാർട്ട് ചെയ്യേണ്ടി വരുന്നു. നിർബന്ധം
നിർബന്ധിതമായും ചാർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ ഒരു സിനിമ അങ്ങനെ തന്നെ പോവുകയാണ്, കുതിച്ചുയരുകയാണ്. വേറെ ഒരു സിനിമയും ഇനി അടുത്തെങ്ങും ഈ സിനിമയ്ക്ക് വെല്ലുവിളിയായി ഹിന്ദിയിലുമില്ല. ഇനിയും ഒരു 17-18 ദിവസമോളം സിനിമയ്ക്ക് ഫ്രീ റണ്ണാണ് ഹിന്ദിയിൽ. ഇവിടെ കേരളത്തിൽ മനോഹരമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ കേരളത്തിൻ്റെ കളക്ഷൻ്റെ മുകളിലേക്ക് ഹിന്ദി വന്നാൽ ഇവിടെ മലയാളികൾ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. അപ്പോൾ ഇനി തമിഴ് തെലുങ്കും കൂടെ ഒന്ന് കത്തിക്കഴിഞ്ഞാൽ ഈ 200 കോടി എന്ന് പറയുന്നത് നിസ്സാരം എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും കാത്തിരിക്കാം. ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഒപ്പം മാർക്കോയുടെ ഓരോ വെർഷനും ഇറങ്ങുന്നത്, അതായത് തെലുങ്ക് ഇറങ്ങുന്നത് ജനുവരി 1-നാണ്, തമിഴ് ജനുവരി 3-നാണ് എത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഒരു രക്ഷയുമില്ലാതെ സിനിമ മുന്നോട്ട് പോകുന്നു. അവിടുത്തെ മികച്ച അല്ലെങ്കിൽ വമ്പൻ സിനിമകളെ മാറ്റിമറിച്ചുകൊണ്ട് തിയേറ്ററുകൾ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനും കഴിയുന്നു. എന്താണേലും ഗംഭീരമായിരിക്കുന്നു ഉണ്ണി മുകുന്ദൻ. അപ്പോൾ നിങ്ങൾ ഇടിച്ച് കയറുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.